യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. കൊടുവള്ളി കിഴക്കോത്ത് സ്വദേശി അനൂസ് റോഷനെയാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ പകൽ വെളിച്ചത്തിലാണ് യുവാവിനെ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയത്. ആദ്യം 2 പേർ ബൈക്കിലെത്തി. പിന്നാലെ കാറിലുമായി എത്തിയവരും ഉൾപ്പെടെ അനൂസ് റോഷന്റെ പിതാവിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ച അനൂസിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. മൂത്ത മകൻ അജ്മൽ റോഷന്റെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് കുടുംബം പറയുന്നു. ഇതിനു മുമ്പ് പണം ലഭിക്കാൻ ഉള്ളവർ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കെയാണ് തട്ടിക്കൊണ്ടുപോകൽ. വിദേശത്തായിരുന്ന അജ്മൽ നാട്ടിലെത്തിയെന്ന വിവരമുണ്ടെങ്കിലും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും കുടുംബം പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൈപ്പറമ്പിൽ TG ജോണിയാണ് മരിച്ചത്. കൊച്ചി പള്ളുരുത്തിയിലാണ് സംഭവം. ജോണിയുടെ വാരിയെല്ലുകൾ തകർന്ന നിലയിലാണുള്ളത്. കൊലപാതകമാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. മകൻ ലൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രമുഖ നടി അറസ്റ്റിൽ. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജീവചരിത്ര സിനിമയിൽ അദ്ദേഹത്തിന്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയുടെ വേഷം അവതരിപ്പിച്ച പ്രമുഖ ബംഗ്ലാദേശി നടി നുസ്രത്ത് ഫാരിയാണ് പിടിയിലായത്. ധാക്കയിലെ ഷാജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇവർ അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷത്തെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ തലസ്ഥാനമായ വദരയിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഫാരിയ ഉൾപ്പെടെ 17 താരങ്ങൾക്കെതിരെ കേസെടുത്തിരുന്നു. ഈ പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ രാജി വരെ ഉണ്ടായത്.